നമസ്കാരം സാർ. തൊഴിലുറപ്പ് പദ്ധതികൾക്ക് പിണറായി ഗവൺമെൻറ്റിൻ്റെ ക്ഷേമനിധി വരികയാണ്. ഈ ക്ഷേമനിധി ഉപയോഗിച്ച് പെൺകുട്ടികൾക്ക് വളരെയധികം സഹായങ്ങൾ ലഭിക്കും എന്നൊക്കെയാണ് പറയുന്നത്, അവരുടെ വിവാഹങ്ങൾക്കൊക്കെ. അപ്പോൾ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? ഇത്തരത്തിലുള്ളൊരു പദ്ധതി ശരിക്കും വരുന്നുണ്ടോ? ഇത്തരത്തിലൊരു പദ്ധതി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ പദ്ധതി വരുന്നുണ്ട്. പക്ഷെ ഈ പദ്ധതി പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഒരു വമ്പൻ കൊള്ളയാണ്, അഴിമതിയാണ്, തട്ടിപ്പാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇത്രയും കൃത്യമായി പറയുന്നത്, ഇപ്പോൾ നിലവിലുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കൂ. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയുടെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കൂ. കേരളത്തിൽ നിലവിലിരിക്കുന്ന തൊഴിലാളി ക്ഷേമനിധികളുടെ എണ്ണം എടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? എണ്ണിയാൽ ഒടുങ്ങാത്ത ക്ഷേമനിധികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പാവങ്ങളായ തൊഴിലാളികളെ മുഴുവൻ മാസാമാസം 50 രൂപ അടയ്ക്കണം, 100 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പിരിവെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരാളൊരു കാറ് മേടിച്ചാൽ, ഒരാളൊരു ബൈക്ക് മേടിച്ചാൽ, ഒരാളൊരു ലോറിയോ ബസ്സോ എന്ത് വാഹനം മേടിച്ചാലും അവിടെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി എന്ന് പറഞ്ഞ് ഈ വാഹനത്തിന്റെ ഉടമ പണം അടയ്ക്കണം. നമ്മളൊരു കെട്ടിടം പണിതാൽ, അത് വീടായിക്കോട്ടെ, കടയായിക്കോട്ടെ, എന്തായിക്കോട്ടെ, കന്നുകാലിക്കൂട് ആണെങ്കിൽ പോലും അതിനൊക്കെ നമ്മൾ ക്ഷേമനിധി അടയ്ക്കണം. ആർക്കടയ്ക്കണം? സർക്കാരിലേക്ക്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ക്ഷേമനിധികൾ പിരിക്കുന്നുണ്ട്. ഈ പിരിവ് മുഴുവൻ എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഒന്ന്, ശുദ്ധമായ അഴിമതി, തട്ടിപ്പ്. 2, CPM-ന്റെ കീഴിൽ തൊഴിലാളികളെ മാടുകളെ പോലെ, ആടുമാടുകളെ പോലെ അടിമകളായി ആട്ടി തെളിക്കാൻ വേണ്ടി, പേടിപ്പിക്കാൻ വേണ്ടി, ഭയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ക്ഷേമനിധിയാണ്. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പോ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ 50 രൂപ വെച്ച് മാസം അടയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50 രൂപ വെച്ച് മാസം അടച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ക്ഷേമനിധിയിലേക്ക് കിട്ടുന്നത്? 125 കോടി രൂപയാണ് കിട്ടുന്നത്. 125 കോടി രൂപ. ഈ 125 കോടി രൂപ എന്തിനാന്ന് ചോദിച്ചാൽ, വളരെ മനോഹരമായിട്ട് ബ്രോഷർ അടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ബ്രോഷർ വായിച്ചു. അതായത് പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം, പ്രസവത്തിന് ധനസഹായം, വിദ്യാഭ്യാസത്തിന് ധനസഹായം, വീട് വെക്കാൻ ധനസഹായം, ആശുപത്രി പോയാൽ ധനസഹായം, മരിച്ചാൽ ധനസഹായം, ഇങ്ങനെ ഏതാണ്ട് ഒരു 8-9 ധനസഹായം. കേട്ടാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്നാൽ ഞാനത് ഒന്നുകൂടെ വായിച്ചു നോക്കി. ഇതിൽ കേരള സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? വട്ടപൂജ്യം. അതിനകത്ത് ഒരു ഒറ്റ തുക പോലും എഴുതിയിട്ടില്ല. കേരള സർക്കാരിന്റെ വിഹിതം അടയ്ക്കുന്നതായിരിക്കും. എത്ര രൂപ അടച്ചിട്ടില്ല. ഈ പാവപ്പെട്ട തൊഴിലാളിയോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് 50 രൂപ മാസം അടയ്ക്കണം. എന്നാൽ മാസം സംസ്ഥാന സർക്കാർ എത്ര അടയ്ക്കും? വട്ടപൂജ്യം. ഒരു പൈസ ഉണ്ടെന്ന് പറയുന്നില്ല. അവിടെ തന്നെ തട്ടിപ്പ് ആരംഭിക്കുകയാണ്. ഞാനിത് തട്ടിപ്പാണെന്ന് തുറന്നു പറയാൻ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന, നമ്മുടെ ഈ ചർച്ച കേൾക്കുന്ന ഏതെങ്കിലും ഒരു തൊഴിലാളി, അയാൾ INTUC ആയിക്കോട്ടെ, അയാൾ CITU ആട്ടെ, അയാൾ AITUC ആട്ടെ, അയാൾ BMS ആവട്ടെ, ഏത് യൂണിയൻ ആട്ടെ, നിർമ്മാണ തൊഴിലാളികളായിട്ടുള്ള ആർക്കെങ്കിലും അവരുടെ ഒരു ആവശ്യം വന്ന് ആശുപത്രി കിടക്കാണ്, കാശ് വേണമെന്ന് പറയുമ്പോൾ കാശില്ലല്ലോ. ആള് മരിച്ചുപോയി, ശവസംസ്കാരത്തിന് കാശ് വേണമെന്ന് പറഞ്ഞാൽ കാശില്ലല്ലോ. അവരുടെ കുട്ടിക്ക് പഠിക്കാൻ ഫീസ് അടയ്ക്കണം. നിർമ്മാണ തൊഴിലാളി പൈസ അടച്ചല്ലേ, ഫീസ് അടയ്ക്കാറായി, കുട്ടിക്ക് പഠിക്കണമെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലല്ലോ. അപ്പോൾ ഇത് മുഴുവൻ ശുദ്ധ തട്ടിപ്പാണല്ലോ. മോട്ടോർ വാഹനം ഡ്രൈവർ, ടാക്സി ഡ്രൈവർമാരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് ടാക്സി ഡ്രൈവർമാരുടെ മക്കൾക്കോ, ഭാര്യയ്ക്കോ, അച്ഛനോ, അമ്മയ്ക്കോ, അയാൾക്കോ അവരുടെ വീടിന്റെ മുകളിൽ മരം വീണാലോ, വീടില്ലാത്തവന് വീടുണ്ടാക്കാനോ ചെന്നാൽ 5 പൈസ നയ പൈസ കൊടുക്കാനില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് കണക്ക് പറഞ്ഞ് മേടിക്കുകയും തൊഴിലാളികളെയൊക്കെ പേടിപ്പിച്ച് അടിമകളാക്കി നിർത്തുകയും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിക്കാനും, മുദ്രാവാക്യം വിളിക്കാനും, പോസ്റ്റർ ഒട്ടിക്കാനും, ജാഥ നയിക്കാനും, ലോറിയിലും ബസ്സിലും കുത്തി നിറച്ച ആടുമാടുകളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി പിണറായി വിജയന് സിന്ദാബാദ് വിളിപ്പിക്കാനും അല്ലാതെ പിന്നെ എന്തിനാണ് ഈ പറയുന്ന ക്ഷേമനിധി? ഈ ക്ഷേമനിധിയുടെ ആകെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. അടിമകളാക്കുക, തൊഴിലാളികളെ ആടുമാടുകളെ പോലെ അടിമകളാക്കുക. എന്നിട്ട് അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി ബാക്കി നീക്കി വെച്ചിരിക്കുന്നതായ തൊഴിലുറപ്പ് പദ്ധതിയിൽ എണ്ണിച്ചുട്ട അപ്പം പോലെ അവർക്ക് കിട്ടുന്ന 10-300 രൂപ നാണമില്ലാതെ, ഉളുപ്പില്ലാതെ, മര്യാദയില്ലാതെ, മനുഷ്യത്വമില്ലാതെ ആ പിച്ചച്ചട്ടി കൈയിട്ട് വാരി കൊള്ളയടിക്കുന്ന കമ്മ്യൂണിസം, അതാണ് ഈ ക്ഷേമനിധി. അതുകൊണ്ട് ഞാൻ ഈ തൊഴിലാളി രക്ഷപ്പെടരുതെന്ന് കരുതി പറയുന്നതല്ല. തൊഴിലാളി രക്ഷപ്പെടണം. പക്ഷെ തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ തിരിച്ചടയ്ക്കണം. എന്തുകൊണ്ട് തിരിച്ചടയ്ക്കുന്നില്ല?
ഇവിടുത്തെ ഏതെങ്കിലും ഒരു തൊഴിലാളിയോട് ചോദിക്കൂ. ഞാനിപ്പോ ഇത് പറഞ്ഞതുകൊണ്ട് എന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ വിശ്വസിക്കണ്ട. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരും വിശ്വസിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു തൊഴിലാളിയെ പോയി കാണും, ഒരു നിർമ്മാണ തൊഴിലാളിയെ കാണും, ഒരു മോട്ടോർ വാഹന തൊഴിലാളിയെ കാണും. എന്നിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾ ഇത്രയും കാല ക്ഷേമനിധി അടച്ചു, നിങ്ങളുടെ വീട്ടിൽ മരണം ഉണ്ടായപ്പോ പൈസ കിട്ടിയോ? നിങ്ങളുടെ വീട്ടിലെ കുട്ടിയുടെ കല്യാണം വന്നപ്പോ പൈസ കിട്ടിയോ? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആശുപത്രി കിടന്നപ്പോ പൈസ കിട്ടിയോ? ചോദിച്ചു നോക്കൂ, അപ്പോൾ കാര്യം മനസ്സിലാകും. ശുദ്ധ തട്ടിപ്പാണിത്. നൂറുകണക്കിന് കോടി രൂപ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെയും ഭരണകക്ഷിയുടെയും വമ്പൻ തട്ടിപ്പാണ് ഇത്. ഇത് കേരളത്തിന്റെ ചരിത്രമാണ്, കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ പദ്ധതിക്ക് പൈസ അടയ്ക്കരുത് ഞാൻ പറയുന്നില്ല. പൈസ അടയ്ക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വഴിതെറ്റിച്ചു എന്ന് പറയും, ആരെ? തൊഴിലാളികളെ വഴിതെറ്റിച്ചു എന്ന് പറയും. എന്നാൽ പൈസ അടച്ചു വഴിതെറ്റിയ തൊഴിലാളിയുടെ അനുഭവം അവരോട് ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങൾ പൈസ അടയ്ക്കൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ജയസൂര്യൻ സാർ ഇപ്പോൾ പറഞ്ഞു 125 കോടി വരെ തൊഴിലുറപ്പുകാർ ഈ വർഷത്തിൽ ഇവിടേക്ക് അടയ്ക്കണം. അപ്പോൾ ഇവർ ഈ അടയ്ക്കുന്ന ഈ തുക മുഴുവൻ 125 കോടിയോളം ഈ ഒരു തുക മുഴുവൻ എവിടേക്കാണ് പോകുന്നത്? ഇത് രണ്ട് രീതിയിലാണ് കൊള്ളയടിക്കപ്പെടുന്നത്. ഒന്നാമത്, ഈ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഒരു വലിയ ഓഫീസ് ഉണ്ടാക്കും, എന്നിട്ട് അതിനൊരു ചെയർമാനെ വെക്കും, എന്നിട്ട് ചെയർമാൻ ഒരു സ്റ്റേറ്റുകാർ ഉണ്ടാക്കും, എന്നിട്ട് അതിനകത്ത് കുറെ തൊഴിലാളികളെ നിയമിക്കും, കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കും. എന്നിട്ട് അവർക്ക് ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, ആനുകൂല്യം കൊടുക്കണം. ഇതിനെല്ലാം വേണ്ടി ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന 50 രൂപ ഇതിന് ഉപയോഗിക്കും. എന്നിട്ടോ ഇതിൽ ഒരു വർഷം 125 കോടി രൂപ വരുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയാവും. അപ്പോഴാണ് സർക്കാരിന് പൈസ ഇല്ല, 6.5 ലക്ഷം കോടി രൂപ കടമാണല്ലോ. ധാരാളം ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും പെൻഷൻ കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, ആത്മഹത്യയാണല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ഈ ക്ഷേമനിധി ബോർഡിന്റെ പൈസ എടുത്ത് തിരിമറി നടത്തും. അങ്ങനെ തിരിമറി നടത്തി കഴിയുമ്പോൾ ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ടിനകത്ത് പണമില്ലാതെ വരും. അപ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു തൊഴിലാളി മരിക്കുന്നത്. അപ്പൊ അവിടെ പൈസ കൊടുക്കാനില്ല. ഒരു തൊഴിലാളി ആശുപത്രിയിൽ പോയി, പൈസ കൊടുക്കാനില്ല. ഒരിടത്ത് കല്യാണം വന്നു, ഒരു കുട്ടിക്ക് പഠിക്കണം, പൈസ കൊടുക്കാനില്ല. കാരണം എന്താണ്? തിരിമറി നടത്തി. ഈ തിരിമറി നടത്തുന്നതിന് കണക്കുണ്ടോ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG വന്ന് നോക്കുമ്പോൾ ഈ കണക്കുമില്ല. അപ്പൊ എത്ര വലിയ കാട്ടു കൊള്ളയാണ് നടക്കുന്നത്, തീവട്ടി കൊള്ളയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് സുരക്ഷിതമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.